Hi friends, welcome to our channel. ഞാൻ ഇന്നൊരു ഡിസൈനർ സ്ലീവ് ആണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനർ സ്ലീവ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. നോർമലി നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യുന്നത് ആ മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട എന്താ വെച്ചാൽ നമ്മുടെ സ്ലീവ് ലെങ്ത്ത്, അതായത് നമുക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 13 എടുത്തിട്ടുള്ളത്. എനിക്ക് വേണ്ട 17 ആണ്. അപ്പോൾ അതിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 13 കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണോ ആം ഹോള് വേണ്ടത് അതിനോടുകൂടി 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് വേണ്ട 6.5 അതിനോടുകൂടി 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ 8 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ ബാലൻസ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.5 എടുത്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഒരു സ്ലീവ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബാലൻസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ വേണ്ടത് 6.5 അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ജോയിൻ ചെയ്യാം. ബാലൻസും ഈ സ്ലീവ് വിഡ്ത്തും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. വിഡ്ത്ത് നമുക്ക് വരുന്നത് നമ്മുടെ സ്ലീവ് വിഡ്ത്ത് എത്രയാണോ അതിനോടുകൂടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സ്ലീവ് വിഡ്ത്ത് എന്ന് പറയുന്നത് 13 അതിനോടുകൂടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതായത് ലെങ്ത് വൈസിൽ വേണം ഫോൾഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് വേണ്ടത്. ഇനി വീണ്ടും ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഓൺ ഫോൾഡ് സൈഡ്, അതായത് ഈ മടക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഇതൊന്ന് ഒരു കർവ് ഷേപ്പാക്കി കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കർവ് ഷേപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കൊരു 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുക്കുക. അതിൻ്റെ സ്ലീവ് ലെങ്ത്തിൻ്റെ ഈ പോർഷനിൽ ഓൺ ഫോൾഡ് സൈഡിൽ നമുക്കൊരു ചെറിയ ഒരു കട്ട് കൊടുക്കാം. നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പീസ് ഇതിൻ്റെ മിഡിൽ പാർട്ടിൽ നോക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഈ പീസ് നമ്മൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വേണം, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്ന് ചെറിയൊരു പോർഷൻ കയറ്റി വെച്ച് കൊടുക്കുക. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ ഏരിയയിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു ചെറിയ മുത്തോ അല്ലെങ്കിൽ ഒരു ബട്ടണോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എങ്കിലേ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനൊരു ബട്ടനാണ് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.